ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അൽത്താഫിന്റെ പുതിയ പടമായിട്ടുള്ള മന്ദാകിനി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. വിനോദ് ലീലയാണ് ഇതിന്റെ ഡയറക്ടർ. മെയിൻ ലീഡ് റോളിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അൽത്താഫ് ഉണ്ട്, അതുപോലെ തന്നെ അനാർക്കലി മരിക്കാറുണ്ട്, ഗണപതി ഉണ്ട്, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളും കൂടെ കോമഡി അഭിനയിച്ച് ബലിപ്പിച്ചിട്ടുള്ള, ഇതിനു മുമ്പ് അഭിനയിച്ച് ബലിപ്പിച്ചിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി ഡ്രാമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ കോമഡിക്ക് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഈ കോമഡി അവതരിപ്പിച്ച ആൾക്കാരെ കുറിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ വിനോദ് തട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ള ഉണ്ണിയളിയൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ അങ്ങേര് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കഥ പറയുന്ന സീനുണ്ട്, അതുപോലെ തന്നെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രാജലക്ഷ്മി ഇട്ട് വന്നിട്ടുള്ള സരിത കുക്കുവിൻ്റെ ഒപ്പം ഒരു പെർഫോമൻസ് ഉണ്ട്. ഗംഭീരമായിട്ട് ഈ ആർട്ടിസ്റ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ അനി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആളും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഫുൾ ടൈം കുടിയൻ, ആ ഒരു ക്യാരക്ടർ ബാത്റൂം പോകുമ്പോൾ അടക്കം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയില്ലേ, ഫുൾ ടൈം 24/7 അമ്മാതിരി പരിപാടി. അതും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാ വീട്ടിലും ഉണ്ടാവും കുറ്റവും കുറവുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി കഥാപാത്രം അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഉണ്ടാവും. അതുപോലത്തെ പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അവർക്ക് തിരിച്ചു കിട്ടുന്ന കൗണ്ടറുകൾ, ഈ അനി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കൗണ്ടർ, അതൊക്കെ നല്ല രസമായിട്ട് ചിരിക്കാനുള്ള കുറച്ച് വകുപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അദ്ദേഹയുടെ സ്റ്റോറി ലൈൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അൽത്താഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പാവം പിടിച്ച വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ആൾക്കൊരു കല്യാണം കഴിക്കാൻ ഉള്ള അവസരം കിട്ടിയതാണ്. ആ ഒരു അവസരത്തിൽ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് മുതൽക്ക് നടക്കുന്ന ഒരു ദിവസത്തെ കഥയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ദിവസത്തിൽ എത്രത്തോളം അലമ്പുണ്ടാവാൻ പറ്റും അത്രത്തോളം അലമ്പ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഷോർട്ട് ഫിലിമിൽ കൊള്ളിക്കാവുന്ന ഒരു ത്രെഡ് അവർ കുറേ വലിപ്പിക്കുന്നുണ്ട്. പടം ഫസ്റ്റ് ഹാഫിനകത്ത് ഈ ഒരു പടം കുറച്ചൊന്നല്ല, നല്ല രീതിക്ക് വലിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു ആളുടെ അടുത്ത് ഇങ്ങനെ സ്റ്റോറി ചോദിക്കുകയാണ്, എന്താണ് കഥ പറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ എനിക്കെന്തോ വലിപ്പിക്കുന്ന ഫീലായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ടെക്നിക്കൽ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് കോമഡി അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വർക്കായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് മെയിനായിട്ട് ഉണ്ണിയളിയൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, മനി എന്ന് പറയുന്ന ക്യാരക്ടറും ചെയ്തിട്ടുള്ള പോർഷൻസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഗംഭീരമായിട്ട് വർക്കായി. അതർവൈസ് വേറൊന്നും എന്നെ സംബന്ധിച്ച് കാര്യമായിട്ടും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ രാജലക്ഷ്മി ആയിട്ട് വന്നിട്ടുള്ള സരിത കുക്കു, അവരുടെ പെർഫോമൻസും ഗംഭീരമായിട്ടുണ്ട്. ക്ലൈമാക്സ് പോർഷനോട് അടുക്കുന്ന സമയത്തൊരു മാസ് വാക്കൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ, അത് ആ ഒരു ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പടം കുറച്ച് നല്ല എൻഗേജ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു 10-15 മിനിറ്റ്, ലാസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ്. പിന്നെ ഗണപതി ആസ് യൂഷ്വൽ വന്ന് ചെയ്യുന്ന പോലത്തെ ഒരു റോള്, അതുപോലെ തന്നെ അനാർക്കലി മരിക്കാർക്ക് ഇങ്ങനെ അഭിനയിച്ച് തകർക്കാൻ മാത്രമുള്ള ഒരു പരിപാടിയൊന്നുമില്ല. എന്നാലും കൊടുത്ത ക്യാരക്ടർ അവർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഈ ഒരു പടത്തിന് എന്താണോ ആവശ്യം അത് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര സംഭവം അല്ലെങ്കിൽ വളരെ ലോ എന്നൊന്നും പറയാനൊന്നുമില്ല. ആ ഒരു പടം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അവർ കൊടുത്തിട്ടുണ്ട്, ഡെലിവറി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഷോർട്ട് ഫിലിമിൽ കൊള്ളാവുന്ന ഒരു സാധനം വളരെ നീട്ടി വലിച്ച് കുറച്ച് കോമഡി ആക്ടേഴ്സിനെയും കുറെ കുത്തി നിറച്ച്, മെയിനായിട്ട് അൽത്താഫിനെ കൊണ്ട് ഈ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ബേസിൽ ചെയ്ത് കണ്ടിട്ട് അൽത്താഫിന് പകരം ബേസിലായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായനെന്ന് എനിക്ക് പേഴ്സണൽ ഒരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ബേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതാണ് സത്യം. കാരണം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ബേസിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. അൽത്താഫ് സൈഡ് റോളിലൊക്കെ വരുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള കൗണ്ടറുകൾ കൊണ്ട് കോമഡി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ കുറേ സാധനങ്ങൾ വർക്ക് ആയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കുറേ സ്കോർ ചെയ്തിരിക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ ഉണ്ണിയളയനായിട്ട് വന്നിട്ടുള്ള വിനോദ് തട്ടിലും, അതുപോലെ തന്നെ ഈ അനി എന്ന് പറയുന്ന ക്യാരക്ടർ, അതുപോലെ തന്നെ രാജലക്ഷ്മി എന്ന് പറഞ്ഞ ആ സരിത കുക്കുവിൻ്റെ ആ ഒരു അമ്മ ക്യാരക്ടർ, ശുംഭും കുന്നായം പറയാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു ലേഡി ഗ്യാങ് ഉണ്ട്, 2-3 പേര്. അവരൊക്കെയാണ് കുറെ കയ്യടിയൊക്കെ മേടിച്ചിട്ടുള്ളത്. പിന്നെ സിറ്റുവേഷനാണ്, 1-2 സിറ്റുവേഷനും ആയി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അളിയൻ്റെ ക്യാരക്ടർ മൂത്രമൊഴിക്കാൻ പോകുന്ന സീന്, അതാണ് എനിക്ക് ഏറ്റവും വർക്കായിട്ടുള്ളൊരു സാധനം. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ചിരിക്കാനുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഈ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് വലിയ സോഷ്യൽ മെസ്സേജോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എന്റർടൈൻമെന്റോ ഒന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഒരു രാത്രി നടക്കുന്ന ഒരു കഥ, അത് പ്രതീക്ഷിച്ച് പോവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പടം, പോപ്കോൺ ഒക്കെ കഴിച്ച് വെറുതെ ഒരു പടം കണ്ടുവരാം എന്നുള്ള നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പടം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമ അനുഭവമാണ് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്.
നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കാണാൻ താല്പര്യപ്പെടുന്നവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ഇതൊരു മലയാളം സിനിമയുടെ അത്യാവശ്യം ഒരു ഗോൾഡൻ കാലഘട്ടമാണ്. കാരണം അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പേഴ്സണൽ എൻ്റെ അഭിപ്രായം. ഒരു സിനിമയും OTT-യിൽ വന്ന് കാണുന്നതിനേക്കാൾ മോർ ബെറ്റർ ആണ് തിയേറ്ററിനകത്ത് പോയിരുന്ന് കാണുമ്പോൾ ആ ഒരു ക്രൗഡിനുള്ളിലിരുന്ന് കാണുന്ന സമയത്ത് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.